ന്യൂസ് 16 കേരള. അതിർത്തിയിലെ ഗോതമ്പ് പാടങ്ങളിലെയും കൃഷിയിടങ്ങളിലെയും വിളവുകൾ 48 മണിക്കൂറിനുള്ളിൽ എടുക്കണം. ഗുരുദ്വാരകളിലൂടെ കർഷകർക്ക് മുന്നറിയിപ്പ്. നടപടിയുമായി BSF. ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിലെ കർഷകർക്ക് കർശന നിർദ്ദേശം നൽകി അതിർത്തി സംരക്ഷണ സേന BSF. വയലുകളിലെയും ഗോതമ്പ് പാടങ്ങളിലെയും കൃഷിയിടങ്ങളിലെയും വിളവുകൾ 48 മണിക്കൂറിനുള്ളിൽ എടുക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷ സാഹചര്യം ഉടലെടുത്തതിന് പിന്നാലെയാണ് നിർദ്ദേശമെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അതിർത്തി ഗ്രാമങ്ങളിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താൻ BSF ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിളവെടുപ്പിന് വിഘാതം സൃഷ്ടിക്കാതിരിക്കാനാണ് നിർദ്ദേശമെന്നാണ് സൂചന. 530 കിലോമീറ്റർ നീളമുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ 45,000 ഏക്കറിലാണ് കൃഷി നടത്തുന്നത്. അമൃത്സർ, തരൺ താരൺ, ഫിറോസ്പൂർ, ഫാസിക ജില്ലകളിലെ കർഷകർക്ക് ഗുരുദ്വാരകളിൽ നിന്ന് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗോതമ്പ് വിളവെടുപ്പിന്റെ പകുതിയിലധികം പൂർത്തീകരിച്ചു. ഇനി വൈക്കോൽ ശേഖരമാണ് നടത്താനുള്ളത്. ബാക്കി വളർന്നു നിൽക്കുന്ന ഗോതമ്പ് ചെടികൾ സുഗമമായ അതിർത്തി നിരീക്ഷണത്തിന് തടസ്സമാവുന്നുണ്ട്. സൈനിക നീക്കം നടത്തണമെങ്കിൽ ഇത് തടസ്സമാകും. ഈ സാഹചര്യത്തിലാണ് വിളവെടുപ്പ് വേഗം നടത്താൻ ഇന്ത്യൻ സേന നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് പറയുന്നു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ എടുക്കുന്ന ഏത് നടപടിയെയും UAE പിന്തുണയ്ക്കുമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വ്യക്തമാക്കി. എല്ലാ തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളെയും രാജ്യം അപലപിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചാണ് അദ്ദേഹം പിന്തുണ നൽകിയത്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് UAE പ്രസിഡന്റ് അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ഭീകരവാദത്തെ സുരക്ഷയ്ക്കും സമൂഹത്തിന്റെ സ്ഥിരതയ്ക്കും അന്താരാഷ്ട്ര സമാധാനത്തിലും ഭീഷണിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.